ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീനെക്ക് വരുന്ന ഒരു പ്ലേറ്റഡ് കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ നോർമലി ലേസൊക്കെ വെച്ചിട്ട് അടിക്കാറുണ്ട് അതിൻ്റെ നെക്കിൽ, അതുപോലെ തന്നെ മെറ്റീരിയൽ വെച്ച് അടിക്കാറുണ്ട്. അപ്പോൾ ഈ സെൻറ്റർ പ്ലേറ്റ് വരുന്ന വീനെക്കിൽ വരുന്ന കുർത്തിയുടെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2.5 മീറ്റർ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ചെറിയൊരു ലൈൻസൊക്കെ വരുന്ന മെറ്റീരിയലാണ്. മൊബൈലിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്, ചെറിയൊരു ബ്ലറായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലേസും പിന്നെ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മീറ്ററാണ് ലൈനിങ് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് പോർഷനാണ് മാർക്ക് ചെയ്യണത്. കോളർ ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഹാഫ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ, അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 5.5 ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത്തും ചെസ്റ്റ് അളവ് 9.25 9.4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ആക്ച്വൽ ചെസ്റ്റ് വരുന്നത് 34 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തു, അപ്പോൾ 37 കിട്ടും. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9.4 കിട്ടും കേട്ടോ. ഇനി ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് 12.5 ഇഞ്ചിൽ. ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ, ഷേപ്പിൻ്റെ റൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ 16.5 ഇഞ്ചിൽ നമ്മളൊരു സ്റ്റൊമക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റൗണ്ട് വരുന്നത് 8.85 ആണ്. അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ കൂടെയും സ്റ്റൊമക്കിൻ്റെ കൂടെയും 2 ഇഞ്ച് ലൂസ് വീതമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേണ്ടത്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടുക, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം ഈ ഒരു അളവുകളെല്ലാം കൂടിയിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അടിഭാഗം വരെ, അതായത് നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണോ ആ ഒരു പോർഷൻ വരെ ഈ ഒരു ഷേപ്പിൽ എ ഷേപ്പിൽ അടിയിൽ ഫ്ലയർ കൂട്ടിയിട്ടിടണം കേട്ടോ. അങ്ങനെ എ ഷേപ്പിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി ആം ഹോളിൽ ഒരു 1.5 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് ഒരു ഡയഗണൽ ഷേപ്പിൽ ലൈൻ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടാനായിട്ട് മാർക്ക് ചെയ്ത്, അപ്പോൾ കുഴിച്ച് കുറച്ച് ഭാഗം നമ്മൾ ഉള്ളിലോട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 3 ഇഞ്ച് വൈഡ് ഞാൻ നെക്കിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഇഞ്ച് ലെങ്ത്ത് നെക്കിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലൊക്കെ ചെയ്യുമ്പോൾ ലെങ്ത്ത് സാധാരണ എടുക്കണേക്കാളും കുറച്ചധികം കൂട്ടിയെടുക്കുക. കാരണം നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ അധികം ഇറക്കി കൊടുക്കണില്ല, അപ്പോൾ തല കിടക്കണം, ബാക്കിൽ സിബ് വെക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കണ്ടിട്ട് വേണം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ബാക്ക് നെക്കിൽ ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ്, ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്കും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഞാൻ അടയാളപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഏലൈൻ്റെ അടിഭാഗവും നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടിഭാഗം ഞാൻ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് നെക്ക് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് കുഴിച്ചു വെട്ടാനുള്ളത് അതും കൂടി ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ ഇത് ശരിക്കുള്ള അളവിലുള്ള ഒരു മെഷർമെൻ്റാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ചോളം നമ്മൾ കൂടുതൽ വിടണം. കാരണം അടിച്ചു പോകാനുള്ളൊരു സീം എലമെൻസ് ഉണ്ടല്ലോ, അത് കൂടുതൽ നമ്മൾ വിടണം. അതുപോലെ തന്നെ ആം ഹോൾ നമ്മൾ കുഴിച്ചു വെട്ടും വേണം കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തത്, ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇനി ബാക്ക് പോർഷൻ വെച്ചിട്ട് നമ്മൾ മെയിൻ പീസിൽ എ ലൈനായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്ത്, അതായത് ഫോൾഡിങ് വരണ ഭാഗത്ത് നമ്മൾ കുറച്ചധികം ഫ്ലെയർ കൂടുതലിടണം. അപ്പോൾ ഞാനൊരു 44 ഇഞ്ചിലാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടാണത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സെൻറ്ററിൽ കുറച്ചധികം, അതായത് ഞാനൊരു 6 ഇഞ്ചോളം ഞാൻ കൂടുതലിട്ടിട്ടുണ്ട്. 6-7 ഇഞ്ചൊക്കെ ഇടാം. അപ്പോൾ അത് സെൻറ്റർ ഫോൾഡിങ് മാറുമ്പോൾ അത് നമുക്കൊരു 13-14 ഇഞ്ചോളം നമുക്ക് ഫ്ലെയർ വരും കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് സീം അലവൻസ് വെച്ചടിക്കാനുള്ളൊരു സീം അലവൻസ് വിട്ടതുപോലെ നെക്കിൽ വിട്ടതുപോലെ തന്നെ സെൻറ്റർ പോർഷനിലും വിട്ടിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഇത്രയും ഫ്ലെയർ വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഓവറായിട്ട് വിടണ്ട. കാരണം ഞാൻ നെക്കിൻ്റെ ആ വൈഡ് ഉണ്ടല്ലോ, 7 ഇഞ്ച് ലെങ്ത്തും നെക്കിൻ്റെ വൈഡ് അടിയിൽ ഞാൻ ആകെ 2 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 2 ഇഞ്ചിൽ വേണം നമുക്ക് ആ പ്ലീറ്റ് എല്ലാം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് പോർഷൻ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഇനി സാധാരണ നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ഫുൾ സ്ലീവാണ് ഇതിനെടുത്തേണ്ടത്. ഒരു 23 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും സ്ലീവ് കട്ട് ചെയ്യണത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആം ഹോളിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുക്കുക, അത് ഡയഗണലി ഒന്ന് ലൈനായിട്ട് വരയ്ക്കുക. അടിയിലോട്ട് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ബാലൻസ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൻ്റെ ലൂസും ബൈസെപ്സിൻ്റെ ലൂസും മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ കൂടെ ലൂസിന് നമുക്ക് കൂടുതൽ ലൂസൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ ആ റൗണ്ട് തന്നെ ആക്ച്വൽ റൗണ്ടിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ആം ഹോളിൻ്റെ ആ കുഴി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ അളവുകളെല്ലാം കൂട്ടിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുക. 2 ഇഞ്ച് തന്നെ ബോഡിയിൽ എത്രയാണോ നമ്മൾ സീം അലവൻസ് വിട്ടെ അത്രയും തന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെയും നമ്മൾ സീം അലവൻസ് വിടാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടാനുസരണം നമുക്ക് വേണമെങ്കിൽ 3/4 ആക്കാം, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ആ പോർഷനിൽ പ്ലീറ്റ് ഇടാൻ വിട്ടായിരുന്നല്ലോ ഒരു 14 ഇഞ്ചോളം. ആ ഒരു ഭാഗം ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ ബോൾ പിന്നൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് പ്ലീറ്റ് സെറ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ മെഷീനിൽ വെച്ച് കാണിച്ചിരുന്ന ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ അതായത് പ്ലീറ്റുകൾ വളരെ ചെറുതായിട്ട് മതി. കാരണം ആ ഒരു പ്ലീറ്റുകൾ ഇട്ടേണതിൻ്റെ വിട്ട് ആകെ 2 ഇഞ്ച് മതി. അത്രയാണ് നമ്മൾ നമ്മുടെ മെയിൻ ലൈനിങ്ങിൽ വെച്ച് കൊടുത്തേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് ആയിരിക്കണം നമ്മുടെ ഈ പ്ലീറ്റുകൾ തമ്മിലുള്ള ആ ഒരു വിട്ട്. അപ്പോൾ പ്ലീറ്റുകൾ വളരെ ചെറുതായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതുപോലെ ഒരു 6-7 പ്ലീറ്റുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുക, ഒന്ന് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടിഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് ആരെങ്കിലും കൊണ്ട് പിടിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ബോൾ പിന്ന് യൂസ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ശേഷം ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ ഒരു അയൺ ബോക്സോ വെച്ചിട്ട് നമ്മളത് നല്ല രീതിയിൽ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പിന്നീട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ലൈനിങ്ങിൽ 7 ഇഞ്ച് ലെങ്ത്തും അടിഭാഗത്ത് 2 ഇഞ്ചും മുകളിൽ നെക്കിൻ്റെ അവിടെ 3 ഇഞ്ച് വൈഡാണ് കേട്ടോ കൊടുത്തേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് വരിക. ആ ഒരു ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു മെയിൻ പീസ് പ്ലീറ്റ് ഇട്ട് വെച്ചാണ് പീസ് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേസ്റ്റിൻ്റെ പോർഷൻ വരെയാണ്, അതായത് സ്റ്റൊമക്കിൻ്റെ തൊട്ട് മുകളിലാണ് സ്ലിറ്റിൻ്റെ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത്ത് വരെയാണ് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ച് അറ്റാച്ച് ചെയ്താണ്. കാരണം ഇതിപ്പോൾ ഫ്രണ്ടിൽ ഫ്ലെയർ ഉള്ള കാരണം നമ്മൾ കൂട്ടി വിടുമ്പോൾ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അടിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൊമക്ക് വരെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ബാക്ക് പോർഷനും ഞാൻ ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ആ ഒരു ഷോൾഡർ ഉണ്ടല്ലോ അത് സാധാരണ യോജിപ്പിക്കണ പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ക്ലോസ് ചെയ്തിട്ടൊന്നും അടിക്കല്ല, കാരണം കോളറാണ്. സാധാരണ ഇതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. 2 ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് സ്ലീവ് ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിക്കുക. അതുപോലെ തന്നെ ലേസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിലും നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലാണ് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ 2 സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് കാണാം, അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടിയും ഒരുമിച്ച് വെച്ചിട്ട്, അതായത് നമുക്ക് ആദ്യമായിട്ട് അടിക്കുന്നവർക്കൊക്കെയാണ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലാണ് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. കാരണം നമ്മൾ സ്ലീവ് കൃത്യമായിട്ട് വരാൻ വേണ്ടി തന്നെയാണ്. ശേഷം നമ്മൾ സ്ലീവ് 2 ഭാഗവും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഈ 2 പോർഷനും നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് കെട്ടിട്ട് വിടാണ് ചെയ്യണത് കേട്ടോ. അതിനുശേഷം താഴത്തോട്ട് മെയിൻ മെറ്റീരിയൽ മാത്രമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ലൈനിങ് മെറ്റീരിയൽ മാത്രമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് അറ്റാച്ച് ചെയ്ത് വിടണത്. കാരണം ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ഫ്ലയർ ഇച്ചിരി കുറവാണ്. എ ലൈനാണ് ഫ്രണ്ടും ബാക്കും ചെയ്തത്. പക്ഷേ മെയിൻ മെറ്റീരിയൽ വരുമ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊരുമിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ അതിലൊരു പിടുത്തം വരും. നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ ഫ്ലയറോടൊപ്പം തന്നെയാണ് വരിക. അപ്പോൾ ആ ഒരു പിടുത്തമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ മെറ്റീരിയലും ഈ ഒരു ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളുടെ ആ ഒരു കുർത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്കിൽ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെയാണ് വരിക. ഇപ്പം ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസിൻ്റെ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വയ്ക്കുക. അതായത് ലേസ് ഇതുപോലെ
തിരിച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അരികത്ത് കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ ആ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വരണില്ലേ പ്ലീറ്റിട്ട പോർഷൻ, അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ അടിക്കരുത്. ഇപ്പോൾ ലേസ് ആണെങ്കിലും മെറ്റീരിയൽ ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ കൂടി നമ്മൾ വലിച്ച് പിടിച്ചിട്ട് അടിക്കുമല്ലോ, അപ്പോൾ ചുളുക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു നെക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്രോസ് പീസ് പോലെ വരും, കാരണം ഒരു കർവ് വരുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു ലേസ് വരുന്നത് സ്ട്രെയിറ്റ് പീസിലാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ വലിച്ച് പിടിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ചുളുക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ പതുക്കെ നമ്മളൊന്ന് വലിച്ച് പിടിക്കാതെ ലൂസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ ഇത് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അടിഭാഗത്തുണ്ടല്ലോ, ഏറ്റവും അടിഭാഗത്ത് പ്ലീറ്റുള്ള ഭാഗത്ത് അവിടെ കുറച്ചധികം ലേസ് നമ്മൾ വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ലേസ് കട്ട് ചെയ്ത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തെടുക്കാൻ. കാരണം ആ ഒരു സെൻറ്ററിൻ്റെ പോർഷനിൽ നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെൻറ്ററിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കുക, ഒന്ന് മടക്കി വെച്ച് അടിച്ചു കൊടുത്താൽ മതി. ശേഷം ആ ലേസിൻ്റെ 2 എഡ്ജിൻ്റെ പോർഷനും നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേസും ആ ഒരു മെയിൻ പീസിൻ്റെ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്ത ഭാഗത്ത് ഒരു സീം എലമെൻറ്റ്സ് ഒരു 4 ഇഞ്ച് വരും. ആ ഒരു 4 ഇഞ്ച് നമ്മൾ പതിച്ചടിക്കുക. അപ്പോൾ ലേസോട് കൂടിയിട്ട് പതിച്ചടിക്കരുത്, കുറച്ച് വിട്ടിട്ട് നമ്മൾ മെയിൻ പീസോട് കൂടിയിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്ററിൽ ഈ ബാലൻസ് ഉള്ള ലേസ് നമ്മളൊന്ന് ഹൊറിസോണ്ടൽ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതൊരു ഫിനിഷിങ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ഇഞ്ചിൻ്റെ വിട്ടുള്ള ലേസ് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ ആ ഒരു ലേസ് മാത്രം ഓവർലാപ്പ് ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷേ എൻ്റെ ലേസ് ഇച്ചിരി വിട്ട് കുറവാണ്, അതുകൊണ്ടാണ് സെൻറ്ററിൽ ഞാൻ ഈ ഒരു ലേസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കുർത്തി റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രോക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുർത്തിയായിട്ട് യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്യാൻ അധികം ടൈമൊന്നും വരണില്ല കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.